പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനൊക്കെ നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവം ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്, തേക്കടിയിൽ. എന്താണ്? അതായത് തേക്കടിയിൽ പിന്നെ വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് തേക്കടി, എല്ലാവർക്കും അറിയാം. അവിടെ ഇന്നലെ വന്ന വിനോദസഞ്ചാരികളോട് മോശമായിട്ട് പെരുമാറി. മലയാളികളല്ല കേട്ടോ, മലയാളികളല്ല, മോശമായിട്ട് പെരുമാറിയത് കാശ്മീരികളാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശല ഷോപ്പുകൾ, കടകളുണ്ടാവും. അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കരകൗശല അത് ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒക്കെ ചേർന്ന് ചെയ്യുന്ന കാര്യമാണ്. അതിന് പ്രത്യേക സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു ഷോപ്പ്, കാശ്മീരികളുടെ ഒരു ഷോപ്പിൽ അവിടെ വന്ന വിദേശികളായ വിനോദസഞ്ചാരികളോടാണ് മോശമായിട്ട് പെരുമാറി. അതിനൊരു കാരണവുമുണ്ട്. ആ കാരണം വളരെ എന്താ പറയുക, നമ്മുടെ ഒരു രാജ്യാന്തര തലത്തിൽ വിദേശ ഇതിലൊക്കെ നടക്കുന്ന ഒരു വിഷയമാണ്. ഈ അതായത് ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടയിലേക്ക് സാധനം വാങ്ങാൻ കുറച്ച് ആളുകൾ വന്നു, അവരെ അപമാനിച്ചു. പക്ഷേ അതിൻ്റെ തുടർ സംഭവങ്ങൾ ഞാൻ പറയാം. ഈ വന്ന വിദേശ സഞ്ചാരികൾ, സ്വാഭാവികമായിട്ടും വിദേശികൾ വരുമ്പോൾ എല്ലാ കടക്കാരും അവരെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി വളരെ അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇതിന് അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ ഈ നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഇവിടെയും കാശ്മീരികൾ, ഈ വിനോദസഞ്ചാരികൾ വന്നപ്പോൾ വലിയ രാജകീയമായിട്ട് സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവരോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവരും വളരെ എന്താ പറയേണ്ടത്, അവർക്കും വളരെ സന്തോഷം തോന്നി. അവർ സാധനങ്ങൾ വാങ്ങാനുള്ളൊരു ഇതൊക്കെ നോക്കി നടക്കുന്നതിനിടയ്ക്ക് ഇവർ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇസ്രയേലിൽ നിന്നാണ്. കഴിഞ്ഞു കഥ. അത് ശരി. ആ ഇസ്രയേലുകാരെന്ന് കേട്ടതോടുകൂടി കാശ്മീരികൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. അവരോട് മോശമായിട്ട് സംസാരിച്ചു, അവരെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചു, കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഈ ഇസ്രയേലികൾ ആകെ അവരൊന്ന് വിഷമിച്ചു പോയി. ഒരു വിനോദസഞ്ചാരികൾ അവരെ ഇല്ല, ശാരീരികമായിട്ട് ആക്രമിച്ചില്ല, പക്ഷെ അവരോട് പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു, വല്ലാതെ ഒച്ചയിട്ടു. അപ്പോൾ ഈ ബഹളം കേട്ട് വരുന്ന ട്വിസ്റ്റ് അതാണ്. ചുറ്റുമുള്ള കടക്കാരും നാട്ടുകാരും മലയാളികളും ഒക്കെ അവിടെ കൂടി. അപ്പോൾ അവിടെ മലയാളികൾ, മറ്റു കടകൾ, സമീപത്ത് പല കടകളും ഉണ്ട് മലയാളികളുടെ. ഈ മലയാളികളെല്ലാം കൂടെ അവിടെ വന്ന് ചോദിച്ചു, എന്താ വിഷയം? അപ്പോൾ ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇവർ ഇസ്രയേലികളാണ്, ഇവർക്ക് ഞങ്ങൾ സാധനമൊന്നും കൊടുക്കത്തില്ല, ഞങ്ങളുടെ കടയിൽ അവർ കയറണ്ട. വന്ന മലയാളികളോടും ഇവർ അതേ രീതിയിൽ തന്നെ സംസാരിച്ചു. മലയാളികൾ പറഞ്ഞു, അത് പറ്റത്തില്ല, ഇവിടെ വരുന്നവരെല്ലാം വിനോദസഞ്ചാരികളാണ്, അവരെ മതം നോക്കിയൊന്നും അങ്ങനെ വർഗീകരിച്ച് വേർതിരിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മുടെ നാട് കാണാനും നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനും നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാനും ഒക്കെയാണ്. അവരെ അപമാനിക്കുന്നത്, ഇത് അതിഥി ദേവോ ഭവ എന്നൊരു നയം നമുക്കുണ്ട്. നമ്മൾ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടെ നമ്മൾ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇസ്രയേലികൾക്കല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഇവിടെ വരാം. അവർക്ക് ഇവിടെ വന്നാൽ അവരുടെ പിന്നെ എന്താ പറയുക, വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവർക്കും ഏർപ്പെടാം, അവർക്ക് സാധനങ്ങൾ വാങ്ങാം. അങ്ങനെ ഒരു എന്താ പറയേണ്ട റെസ്ട്രിക്ഷനും ഒരു തടസ്സവും ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അവരോട് മാപ്പ് പറയണം. ഇതാണ് വലിയ സമ്മർദ്ദം മലയാളികൾ ചെലുത്തി. അവിടുത്തെ കച്ചവടക്കാർ, നമ്മളൊന്ന് ആലോചിക്കണം, വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലാത്തവരാണ് അല്ലേ, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കച്ചവടം നടത്തി ജീവിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ പോലും ആ ആതിഥ്യ മര്യാദ, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, അതുകൊണ്ട് നമ്മൾ ആരോടും ഇങ്ങനെ പെരുമാറരുത് എന്നൊരു ചിന്ത അവർക്കുള്ളിലുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തത്. അവർ വലിയ സമ്മർദ്ദം ചെലുത്തി. കാശ്മീരികൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി. ഞങ്ങൾ വിനോദസഞ്ചാരികൾ വന്നു, അവരെ നമ്മൾ സ്വീകരിക്കുക, അവർ ഇസ്രയേലുകാരാണെന്ന് നിയമ നടപടികളൊക്കെ ഇല്ല, അത്രയ്ക്ക് പോയില്ല. കാരണം ഈ കാശ്മീരികൾ വളരെ പെട്ടെന്ന് തന്നെ അവരോട് മാപ്പ് പറഞ്ഞ് അവരെ തിരിച്ചു വിളിച്ചു. അവർക്കും വലിയ സന്തോഷമായി. കാരണം ഒരു പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതവിടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് രാജ്യാന്തര തലത്തിൽ നമ്മുടെ നയതന്ത്രത്തെ പോലും അത് ബാധിച്ചേനെ. ലോകം മുഴുവനും ഇന്നിപ്പോൾ ഇതൊക്കെ വൈറലാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലേ. അപ്പോൾ പറയണേ, വിദേശികൾ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു വരി, അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതും ഇസ്രയേലികൾ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ലോകം മുഴുവനും പരക്കാൻ ഒരുപാട് സമയം വേണം. എത്ര പെട്ടെന്നാണ് ഈ വെബ്സൈറ്റുകളിലും മറ്റും വാർത്ത വരുന്നത്. അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നാണം കെട്ടേനെ, നമ്മുടെ മലയാളി നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നേനെ. അത് ഒരു കൂട്ടം മലയാളികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് പരിഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് മലയാളി പൊളി തന്നെയാണ്. മലയാളി അവൻ്റെ അഭിമാനം വിട്ട് കളിക്കില്ല.
അതുപോലെ തന്നെ ആതിഥ്യ മര്യാദ, അത് മലയാളി ഒരിക്കലും വിടില്ല എന്ന് വ്യക്തമായി. മുമ്പ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ഇസ്രായേലികൾക്കെതിരെ പോലും ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ എന്താ പറയണ്ടേ, കൊച്ചിയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന 2 ജൂതർ, അവർ ശരിക്കും ഇസ്രായേലികളല്ല, ജൂതരാണ്. അവർ എന്തോ ഈ നമ്മുടെ ഈ ഹമാസിനെ ആക്രമിക്കുന്നതിനെതിരെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നു. ആ പ്രതിഷേധത്തിൻ്റെ പോസ്റ്റർ ഒരിടത്ത് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. ആ പോസ്റ്റർ ഇവർ വലിച്ചു കീറി ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. ഈ ജൂതന്മാരെ, ഓസ്ട്രേലിയക്കാരാണ്, 2 ജൂത വനിതകളാണ്, ചെറുപ്പക്കാരികളാണ്. എന്നിട്ട് അവരത് നെറ്റിലിട്ടു. അവർ ഫേസ്ബുക്കിലോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇട്ടു. അത് വലിയ വിഷയമായി, അതിനെതിരെ പരാതി വന്നു, അവരെ അറസ്റ്റ് ചെയ്തു, അവർക്ക് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് ഒരു രാജ്യത്ത് വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ. നമ്മൾ വിദേശികൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അവരുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി വലിയ തോതിൽ നമ്മൾ നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. നമ്മളൊരു വിദേശിയുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച വലിയ കേസാണ്. അയാൾ പരാതിപ്പെട്ട നമ്മൾ പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യും, വലിയ കേസാണത്. അതുപോലെ തന്നെ വിദേശികൾ ഇവിടെ വരുമ്പം നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിനും നമ്മുടെ മര്യാദയ്ക്കും നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ നിയമങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഈ ഇസ്രായേലികൾക്ക് വേറെ എന്താണ് ശാരീരികപരമായിട്ട് ഇല്ല, അവരെ ശാരീരികമായിട്ട് ആക്രമിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് ഒരു വലിയ കാര്യമാണ്. അവർ പ്രതിഷേധിച്ചു, അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇതിലിപ്പൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കാശ്മീരികളുടെ ഉള്ളിലുള്ള ഇസ്രായേൽ വെറുപ്പാണ്. അല്ല, ഇസ്രായേൽ വെറുപ്പ് അത് അതിനെക്കുറിച്ച് ഈ കേന്ദ്ര ഏജൻസികളടക്കം സ്പെഷ്യൽ ബ്രാഞ്ച്, നമ്മുടെ സ്റ്റേറ്റ് പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അന്വേഷിക്കുന്നുണ്ട് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക നിഗമനം ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുകയല്ലേ, അതുകൊണ്ട് ഇവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർ പൊതുവേ നമ്മുടെ രാജ്യത്ത് ഈ ഹമാസിന് ചില പിന്തുണകൾ കിട്ടുന്നുണ്ട്. പാലസ്തീനിന് പിന്തുണ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ രാജ്യം നയതന്ത്ര തലത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പാലസ്തീനെ സഹായിക്കുന്നുണ്ട്. അവിടെ മരുന്ന്, ഭക്ഷണം, വസ്ത്രങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. ഈ യുദ്ധക്കെടുതികളിൽ അവർക്ക് ആശ്വാസം പകരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് നമുക്ക് കച്ചവട ബന്ധങ്ങളുണ്ട്. അത് പാലസ്തീനെ ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇസ്രായേലിനോട് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായ നിലപാടെടുക്കണം. മോദി സ്വീകരിക്കുന്ന സ്റ്റാൻഡിന് ഇസ്രായേൽ പ്രധാനമന്ത്രി അംഗീകാരം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഹമാസിനെ നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ അത് വലിയ ദോഷം ചെയ്യും. നമ്മുടെ രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളെ അത് അപകടപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഹമാസിനെ പിന്തുണച്ചാണോ ഇവർ ഈ ഇസ്രായേലികളെ ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ ഹമാസോളികളാണോ? അതെ അതെ അതെ, അങ്ങനെ ഒരു സംശയം പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒക്കെ ഉണ്ട്, രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുകയോ ഇവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യില്ല. കാരണം അവർ പരാതിയൊന്നും പറഞ്ഞില്ല. അന്വേഷണം രഹസ്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളം ഒരു ഇസ്രായേൽ അനുകൂല നാടായി മാറുന്നതല്ലേ? ഒരുപാട് ഇസ്രായേൽ അനുകൂലികൾ ഇവിടെ ഉണ്ട്. അതെ, അങ്ങനെ ഒരു സന്ദേശം അതിനകത്തുണ്ട്. അതായത് കേരളം പാലസ്തീന് മാത്രമല്ല, ഇസ്രായേലിനെ അനുകൂലിക്കാൻ ഇവിടെ ആളുണ്ട്. ഇസ്രായേലികളോട് നമ്മൾ മോശമായിട്ട് പെരുമാറരുത്, പെരുമാറിയ ചോദിക്കും. അത് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമായി. എന്തായാലും അതിനകത്ത് ഒരു അപകടമുണ്ട്. ഈ കാശ്മീരികൾ ഹമാസിനെ പിന്തുണച്ചാണോ? കേന്ദ്ര സർക്കാർ പാലസ്തീന് പിന്തുണ കൊടുക്കുന്നുണ്ട്, ഹമാസിന് പിന്തുണ കൊടുക്കുന്നില്ല. ഹമാസ് ഒരു ഭീകര സംഘടനയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇവരെല്ലാം നമ്മൾ ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയെ കാണുന്നത് പോലെ ആണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ മുജാഹിദീനെ കാണുന്നത് പോലെയാണ് നമ്മൾ അവരെ, ഈ ഹമാസിനെ ഒക്കെ കാണുന്നത്. അപ്പോൾ ഹമാസിനെ പിന്തുണച്ചാണോ ഇവരിത് ചെയ്തത് എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് അപകടമൊന്നും വേറെ വരില്ല എന്ന് കരുതാം. ഈ കാശ്മീരികൾക്കും ഇവർ ഹമാസോളികളാണോ അല്ലയോ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും, അല്ലേ? അതെ, തീർച്ചയായിട്ടും.